അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് 11 11ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. 11 ഡിവിസിബിലിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പല പരീക്ഷയിലും ചോദിക്കാറുണ്ട് 11ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 11 ഡിവിസിബിലിറ്റി പറയുന്നതേ ഉള്ളൂ, ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഓഡ് പ്ലേസ് ആൻഡ് സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈവൻ പ്ലേസ്. ആ ഡിഫറൻസ് 0 ആവണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഒന്നും മനസ്സിലായി കാണണ്ടല്ലേ? ഒരു നമ്പർ എടുത്തിട്ട് പറയാം, എളുപ്പമുള്ള അറിയാവുന്നൊരു നമ്പർ എടുക്കാം. 121 കാണുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നല്ലോ ഇത് വെച്ചിട്ട്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഓഡ് പ്ലേസ്, അതായത് ഓഡ് എന്ന് വെച്ചാൽ ഒറ്റ. അപ്പോൾ ഒറ്റ സ്ഥാനത്തുള്ള അക്കങ്ങൾ ഡിജിറ്റ്സ് ഇതെടുത്താൽ നമ്മൾ ഇവിടുന്ന് നമ്പർ ഇട്ടാൽ ഇത് ഫസ്റ്റ് പ്ലേസ് ആണ്, ഇത് സെക്കൻഡ് ആണ്, തേർഡ് ആണ്, അല്ലേ? ശരിയാണല്ലോ. ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്. അപ്പോൾ ഇത് ഓഡ് പ്ലേസ് ആണ്, ഇതും ഓഡ് പ്ലേസ് ആണ്, ഇത് ഈവൻ പ്ലേസ് ആണ്, അല്ലേ? സ്ഥാനം നോക്കുകയാണെങ്കിൽ ഇനി സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഓഡ് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സം എടുക്കുന്നു 1 + 1. 1 + 1 എത്ര കിട്ടും? നമുക്ക് 2 കിട്ടും. മൈനസ് ഡിഫറൻസ് ആണ്, അപ്പോൾ മൈനസ് സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈവൻ പ്ലേസ്. ഈവൻ പ്ലേസിൽ ഒരൊറ്റ അക്കമേ ഉള്ളൂ. അപ്പോൾ മൈനസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 0. അപ്പോൾ ഒന്നെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം എന്ന് പറയും. 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ. 0 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 121 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു നമ്പർ എടുക്കാം, 968. 968 ഇത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണം. നോർമൽ ഡിവിഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്, പക്ഷെ നമുക്ക് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഓഡ് പ്ലേസ്. ഓഡ് പ്ലേസ് ഉള്ളത് 9ഉം 8ഉം ആണ്. അവർ തമ്മിൽ കൂട്ടണം. അവർ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 17 കിട്ടും. 9 + 8 17 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് കുറയ്ക്കണം. ഏത്? ഈവൻ പ്ലേസ്, ഇരട്ട സ്ഥാനത്തുള്ള അക്കം അതിന് കുറയ്ക്കണം. ഇവിടെ ഒരാളേ ഉള്ളൂ, അല്ലേ? 6. അപ്പോൾ 17 - 6 ചെയ്താൽ 11 കിട്ടി. എന്ത് കിട്ടി? 11. 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 11, 22, 33 ഇങ്ങനെ എന്ത് കിട്ടിയാലും ഡിഫറൻസ് കിട്ടിയാലും നമുക്ക് ആ സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ത് കിട്ടി? 11 കിട്ടി. അതായത് ഈ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ കിട്ടിയാൽ നമുക്കറിയാം ഇവിടുന്നോ എവിടുന്ന് വേണമെങ്കിൽ നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്നത് ഇത് ഒറ്റ സ്ഥാനം, അടുത്ത് ഇവൻ, ഓഡ്, ഇവൻ, ഓഡ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഓഡ് പ്ലേസിലുള്ള നമ്പേഴ്സ് എല്ലാം കൂട്ടുന്നു, അക്കങ്ങൾ കൂട്ടുന്നു. അത് കൂട്ടി 17 കിട്ടി. മൈനസ് ഈവൻ പ്ലേസ് ഓർമ്മയേ ഉള്ളൂ, അതെടുത്ത് കുറച്ചു. അപ്പോൾ 11 കിട്ടി. അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്കൊരു വലിയ നമ്പർ നോക്കാം. 253242 6 നമ്പറാണ്. ഇത് നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാം. ഈ കൺസെപ്റ്റ് അനുസരിച്ച് ഓഡ് പ്ലേസ് 2, 3, 4 ശരിയല്ലേ? 1, 3, 5 ഇതാണ് ഓഡ് പ്ലേസിലുള്ളത്. ഇവർ തമ്മിൽ കൂട്ടണം. 2 + 3 5, 5 + 4 9. അപ്പോൾ 9 കിട്ടി. മൈനസ് ഇനി ഈവൻ പ്ലേസ്. ഈവൻ പ്ലേസുള്ള ആരൊക്കെയാണ്? 5 ഉണ്ട്, 2 ഉണ്ട്, ഈ 2 ഉണ്ട്, ഇല്ലേ? 5 + 2 7 + 2 9. അപ്പോൾ 9 - 9 ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 0 കിട്ടും. 9 - 9 0. അതിൻ്റെ അർത്ഥം ഈ നമ്പർ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ നമ്പറും 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നുണ്ടാവും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓഡ് പ്ലേസ് ഇവൻ പ്ലേസും എടുക്കാൻ നമുക്ക് മനസ്സിലാവണം. അതെല്ലാവർക്കും മനസ്സിലായി കാണും. ഒരു നമ്പർ കിട്ടിയാൽ ഇത് ഒന്നിടവിട്ടുള്ള ഓഡ്, ബാക്കിയുള്ള ഇവൻ. ഓഡ് പ്ലേസിലുള്ള ആ സംഖ്യകൾ, അക്കങ്ങൾ കൂട്ടി ഈവൻ പ്ലേസിലുള്ള അക്കങ്ങൾ കൂട്ടി അവരുടെ വ്യത്യാസം എടുത്താൽ മതി. ഏതാ വലുത് ചെറുത് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും വ്യത്യാസം എടുത്താൽ മതി. വ്യത്യാസം എടുക്കുന്ന ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾസ് കിട്ടിയാൽ നമുക്ക് ആ സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് 7ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. 7ൻ്റെ നിശേഷഹരണം.
എ ബി സി ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ എ ബി മൈനസ് 2C ചെയ്താൽ 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടിയാൽ നമുക്ക് ആ സംഖ്യയെ ആ എ ബി സി എന്ന സംഖ്യയെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതായത് ഒരു 3 അക്ക സംഖ്യ എടുക്കുന്നു, ഏത് സംഖ്യയാകാം, അതുകൊണ്ട് എ ബി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സി എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് ആണ്, അവസാന അക്കം അല്ലേ. അവസാന അക്കത്തിൻ്റെ ഇരട്ടി എടുക്കുന്നു, അത് ബാക്കിയുള്ള അക്കയില്ലേ അക്കങ്ങൾ അതിൽ നിന്ന് കുറയ്ക്കുന്നു. അങ്ങനെ കുറയ്ക്കുമ്പോൾ 0 അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്പിളായി കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. എക്സാമ്പിൾ എടുത്ത് നോക്കാം, ഇപ്പോൾ കൂടുതൽ മനസ്സിലാവും. നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ എടുക്കാം, 364 എ ബി സി 364. അപ്പോൾ അവിടെ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ വരുന്ന ഈ 4 അതായത് അവസാനത്തെ അക്കം 4, അതിൻ്റെ ഇരട്ടി എടുക്കണം. ഈ 4ൻ്റെ ഇരട്ടി 8. അപ്പോൾ 36 നിന്ന് നമ്മൾ കുറയ്ക്കണം, ഏത് 4ൻ്റെ ഇരട്ടി 8 കുറയ്ക്കണം. നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. 28 എന്ന് പറഞ്ഞാൽ 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, 28 7ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സമ്മേഷൻ ചെയ്ത് നോക്കാം. 364/7. 36 എടുക്കുന്നു, 5 വട്ടം പോവും. 7 5 35 ആണെന്നറിയാം. ഇവിടെ റിമൈൻഡർ 1 ഉണ്ട്, 4 ആർക്ക് എഴുതി. 7 2 14 ആണെന്നറിയാം. സോ 364 7 52 വട്ടം പോവും. അത് ഡിവിസിബിൾ ആണ്, അത് തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ അക്കം എടുക്കുന്നു, അത് ഇരട്ടിപ്പിക്കുന്നു, അത് ബാക്കി അക്കത്തിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 7 കിട്ടിയാൽ നമുക്ക് ആ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് മറ്റൊരു സംഖ്യ കൂടി നോക്കാം. 987. ചെയ്യേണ്ടത് 7 എന്ന് പറഞ്ഞ സംഖ്യ ഇരട്ടിപ്പിക്കണം, 14 ആയി. അപ്പോൾ 98 മൈനസ് 14 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 84 കിട്ടും. 84 എന്ന് പറയുന്നത് 7ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. 12 × 7 84 കിട്ടും. അപ്പോൾ 84 7ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ 987 നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. 987 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഈ ഡിവിസിബിലിറ്റി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇത് 84 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് നമ്മുടെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. ഒരു 1 തൊട്ട് 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് നമ്മുടെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ ഏത് സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്തോണം. എങ്കിൽ നമുക്ക് ഡിവിസിബിലിറ്റി മാത്രമല്ല, ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ 7 ചെക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു 3 അക്ക സംഖ്യ, വലിയ സംഖ്യയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരുള്ളൂ. 3 അക്ക സംഖ്യയാണെങ്കിൽ അവസാനത്തെ അക്കം എടുക്കുന്നു, ഇരട്ടിപ്പിക്കുന്നു, അത് ബാക്കിയുള്ള അക്കങ്ങളിൽ നിന്ന് കുറയ്ക്കുന്നു. 4 അക്കമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ABCD 4 അക്കം വന്നു, നമ്മളെന്ത് ചെയ്യണം? ഇത് ഒരുമിച്ച് കാണണം, ഇത് ഇരട്ടിപ്പിക്കണം, അത് ABC നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു 3 അക്ക സംഖ്യ കിട്ടും. വീണ്ടും അതുപോലെ ഇത് പ്രൊസീഡ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. നമുക്ക് ഒരു 4 അക്ക സംഖ്യ എടുത്തു നോക്കാം. 1428 1428. ചെയ്യേണ്ടത് എന്താ? 8 നമ്മൾ ഇരട്ടിപ്പിക്കുന്നു, 16 ആയി. അപ്പോൾ 142 ഉണ്ട് ബാക്കി. ഇത് അതുപോലെ നിർത്തിയിരിക്കുക. 8ൻ്റെ ഇരട്ടി 16 ആണ്. ഇത് കുറയ്ക്കുന്നു. 142 നിന്ന് 16 കുറച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 ൽ 6 പോയാൽ 6 വരും, 3 ൽ 1 പോയാൽ 126 വരും. വീണ്ടും നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ ആയില്ലേ. ഇനി നമുക്ക് ഇത് വീണ്ടും അപ്ലൈ ചെയ്യാമല്ലോ. ഈ 6ൻ്റെ ഇരട്ടി എടുക്കും, 6ൻ്റെ ഇരട്ടി 12. അപ്പം ബാക്കി സംഖ്യ 12. 12ൽ നിന്ന് 12 കുറച്ചാൽ 0, 0 കിട്ടിയില്ലേ. അപ്പോൾ 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 നമുക്ക് വേണ്ട. അപ്പോൾ അവിടെ 0 കിട്ടി. അതുകൊണ്ട് ഈ സംഖ്യ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം എത്ര അക്കങ്ങളുള്ള വന്നാലും നമ്മൾ ചെയ്യേണ്ട അവസാനത്തെ അക്കം എടുക്കുക, അത് ഇരട്ടിപ്പിക്കുക, ബാക്കിയുള്ള അക്കങ്ങളിൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് ലാസ്റ്റ് 0 അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്പിൾ കിട്ടുന്നവരെ, നമുക്കറിയാവുന്ന മൾട്ടിപ്പിൾ കിട്ടുന്നവരെ, ഒരു 2 അക്ക സംഖ്യ കിട്ടുന്നവരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 11ൻ്റെ ഡിവിസിബിലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഓഡ് പ്ലേസ് ആൻഡ് സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈവൻ പ്ലേസ് എന്നൊക്കെ പറഞ്ഞു. അത് 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആണെങ്കിൽ 11 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു.
കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒത്തിരി വട്ടം 11 ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതുപോലെ ഈ നമ്പർ 253,242 ഇതിൻ്റെ ഓഡ് പ്ലേസ് ഇവൻ പ്ലേസ് നമ്മൾ അക്കങ്ങൾ കൂട്ടിയിട്ട് 0 അല്ലെങ്കിൽ 11 മൾട്ടിപ്പിൾ വരുന്നതും ചെക്ക് ചെയ്ത് കണ്ടു. ഇതല്ലാണ്ട് മറ്റൊരു ട്രിക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. 11ൻ്റെ കേസിൽ മറ്റൊരു ട്രിക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രിക്ക് എത്രയേ ഉള്ളൂ, നമ്മളിത് ഈ മൂന്നൊക്കെ ആയിട്ട് പിരിച്ചു, 3 അക്കങ്ങളായിട്ട് പിരിച്ചു. എപ്പോഴും ഓർത്തണം 3 അക്കങ്ങളായിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഇവിടുന്ന് 3 അക്കങ്ങളായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഇവിടെ 3 ഇവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. 253 242 കുറച്ചാൽ 1 5 -1 11. ഇങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11 മൾട്ടിപ്പിൾസ് കിട്ടിയാൽ ആ നമ്പർ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇത്ര ട്രിക്കുള്ളൂ. നമ്മൾ 3 ഗ്രൂപ്പ് ചെയ്തു, തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11 മൾട്ടിപ്പിൾസ് കിട്ടിയാൽ നമുക്ക് ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 6 അക്കമൊക്കെ വന്നാൽ നമുക്കിങ്ങനെ 3 ഗ്രൂപ്പ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. വേറൊരു നമ്പർ എഴുതാൻ പോവാണ്. അടുത്തത് എഴുതാൻ പോകുന്നത് 1892 എന്ന് പറഞ്ഞ നമ്പർ എഴുതുന്നു. 1892 മുടിച്ചിട്ട് മാറ്റി എഴുതാൻ പോവാണ്. 1892 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. 3 ഗ്രൂപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഇവിടുന്ന് എപ്പോഴും ഗ്രൂപ്പ് ചെയ്യുന്നത് എപ്പോഴും ഇവിടുന്ന് 3 വേണം. ഇവിടെ എത്ര ഉണ്ടെങ്കിലും പ്രശ്നമല്ല. എത്ര ഉണ്ടെങ്കിലും പ്രശ്നമല്ലെന്നല്ല, മാക്സിമം 3 ഉണ്ടാവുള്ളൂ. മിനിമം എത്ര വേണമെങ്കിലും മാക്സിമം 3 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി തമ്മിൽ കുറയ്ക്കണം. 892 - 1 ചെയ്താൽ നമുക്കറിയാം 891 ആണെന്നറിയാം അല്ലേ. 891 ഇനിയിപ്പോൾ 11 ഡിവിസിബിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. 8 1 കൂടി കൂട്ടിയ 9 -9 0. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, നമുക്ക് ചെറിയ സംഖ്യ ആക്കാൻ പറ്റുമല്ലേ. 1892 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 8 + 2 ചെയ്യാം, 9 + 1 ചെയ്യാം, അങ്ങനെയും കണ്ടെത്താം. അല്ലെങ്കിൽ ഇതുപോലെ 3 ഗ്രൂപ്പ് ചെയ്യുക, തമ്മിൽ കുറയ്ക്കുമ്പോൾ വീണ്ടും ഒരു 3 സംഖ്യ കിട്ടിയെങ്കിൽ 11 വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 11 വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 8 + 1 9, 9 - 1 0. പക്ഷെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ വലിയ സംഖ്യകൾ വരുമ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ മെത്തേഡ് എടുക്കാം, ഓഡ് പ്ലേസിലും ഇവൻ പ്ലേസിലുള്ള അക്കങ്ങളുടെ തുക കണ്ടെത്തിയിട്ട് കുറയ്ക്കാം. എന്നിട്ട് 0 ആണോ 11 മൾട്ടിപ്പിൾ ആണോ നോക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് തമ്മിൽ കുറയ്ക്കാം. ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് വരാൻ പോകുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ ഈ ട്രിക്ക് ഓർത്ത് വയ്ക്കുക. ഗ്രൂപ്പ് ചെയ്യുന്നു, തമ്മിൽ കുറയ്ക്കുന്നു, അപ്പോൾ 11 മൾട്ടിപ്പിൾസ് കിട്ടുന്നു അല്ലെങ്കിൽ 0 കിട്ടുന്നു. കുറയ്ക്കുമ്പോൾ 0 അല്ലെങ്കിൽ 11 മൾട്ടിപ്പിൾസ് കിട്ടിയാൽ നമുക്കിത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏഴിൻ്റെ ഡിവിസിബിലിറ്റി എന്താ നമ്മൾ മനസ്സിലാക്കിയില്ലേ. അതായത് ഒരു വലിയ അക്കങ്ങളുള്ള സംഖ്യ 3 അക്കം തൊട്ട് അങ്ങോട്ട് ഏത് വന്നാലും അവസാനത്തെ അക്കം ഇരട്ടിപ്പിച്ചിട്ട് ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കും. അങ്ങനെ കുറച്ച് അവസാനം 0 അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്പിൾ 2 അക്കം മൾട്ടിപ്പിൾ വരുന്നവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് മറ്റൊരു മെത്തേഡ് കൂടി ചെയ്യാം. വലിയ സംഖ്യകൾ വരുമ്പോൾ മറ്റൊരു മെത്തേഡ് കൂടി ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടൊരു 4 അക്ക സംഖ്യയായിരുന്നു 1428. ഇവിടെ നമ്മൾ ചെയ്തത് 8ൻ്റെ ഇരട്ടി എടുത്തു, കുറച്ചു, വീണ്ടും 3 അക്കം കിട്ടി, അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി എടുത്ത് കുറച്ചു, അങ്ങനെ ലാസ്റ്റ് വരെ എത്തി. അല്ലാണ്ട് നമ്മൾ 11 അപ്ലൈ ചെയ്ത സാധനമുണ്ട്, ഗ്രൂപ്പ് ചെയ്യുന്ന 3 അതിവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടുന്ന് എപ്പോഴും ഗ്രൂപ്പ് ചെയ്യുന്ന 3 ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇനി തമ്മിൽ കുറയ്ക്കണം. 428 1 കുറച്ചാൽ 427 വരും. 427. ഇനി ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി ഷോർട്ടാക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. ഇതെന്തായാലും നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി എന്താ ചെയ്യുന്നത്, 7ൻ്റെ ഇരട്ടി എടുക്കണം. 7ൻ്റെ ഇരട്ടി 14 ഇതിൻ്റെ ഇരട്ടി എടുക്കുന്നു 14. ബാക്കി സംഖ്യ 42. 42 നിന്ന് 14 കുറച്ച് എത്ര വരും, 28 വരും. 28 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് ഈ സംഖ്യ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇരട്ടിപ്പിച്ച് പോകുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 3 അക്ക സംഖ്യ ആക്കാൻ പറ്റും. അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഈ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇത് കൂടുതലും യൂസ് ആകുക നമുക്ക് വലിയ സംഖ്യകൾ വരുമ്പോഴാണ്, 5 അക്കം 6 അക്കം ഒക്കെ. നമുക്കൊരു 6 അക്ക സംഖ്യ കൂടി നോക്കാം. നമുക്കൊരു സംഖ്യ എടുക്കാം, 91 154 1 2 3 5 7 911547.
ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ റൂൾ ആദ്യം തൊട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്പം 7ൻ്റെ ഇരട്ടി എടുക്കണം, ഇവിടുന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 1 2 3 4 5 അക്ക സംഖ്യയായി. വീണ്ടും അവസാനത്തെ അക്ക എടുക്കണം, ഇരട്ടിപ്പിക്കണം, കുറയ്ക്കണം. അപ്പോൾ 4 അക്ക സംഖ്യ കിട്ടും. വീണ്ടും ആ അവസാനത്തെ സംഖ്യ എടുത്ത് ഇരട്ടിപ്പിക്കണം, കുറയ്ക്കണം. അപ്പോൾ 3 അക്ക സംഖ്യയാവും. അപ്പോൾ ഏകദേശം ഒരു 1 2 3 4 സ്റ്റെപ്പോളം വരും. അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത് 2 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 2ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി തമ്മിൽ കുറയ്ക്കണം. വലുതിയും ചെറുത് കുറച്ചാൽ മതി. 911 547 കുറയ്ക്കണം. എല്ലാവർക്കും കുറയ്ക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. 1 7 പോവില്ല. അപ്പോൾ 11 7 പോയാൽ 4 വരും. ഇവിടെ ഒരു 0 കട എടുത്തു. 10 4 പോയാൽ 6 വരും. അപ്പോൾ ഇവിടെ 8 ആവും. 8 5 പോയാൽ 3 വരും. 364 കിട്ടും. തമ്മിൽ കുറച്ചപ്പോൾ 364. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇതേ കൺസെപ്റ്റ് എടുത്താൽ മതി. അവസാന സംഖ്യ ഇരട്ടിപ്പിക്കണം. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് ഇരട്ടിപ്പിക്കണം. 36 എത്ര 8 കുറയ്ക്കണം, 28 വരും. 28 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ എളുപ്പമാർഗ്ഗം ചെയ്യാൻ ഇങ്ങനെയാണ്. നമുക്ക് 3 അക്കത്തിൽ കൂടുതലുള്ള സംഖ്യ വരുമ്പം ഇത് ഇവിടുന്ന് ഗ്രൂപ്പ് ചെയ്യണം. 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ കുറയ്ക്കുക. തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ഒരു 3 അക്ക സംഖ്യ ആയിട്ട് വരും. പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആകുന്നത് നേരത്തെ പറഞ്ഞ പോലെ വലിയ സംഖ്യകൾ വരുമ്പോഴാണ്. ഇത് മനസ്സിൽ വെച്ചോളുക. 7ൻ്റെ എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ലെവൻ്റെ ഡിവിസിബിലിറ്റിയുടെ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റൊരു അപ്രോച്ച് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. മിനിമം വാല്യൂ ഓഫ് R for which R019 is divisible by 11. R019 എന്ന സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ Rൻ്റെ ഏറ്റവും ചെറിയ വില. അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ ചെയ്തത് എന്താണ്? സം ഓഫ് ഡീസ് ഇൻ ഓഡ് പ്ലേസ്, സം ഓഫ് ഡീസ് ഇൻ ഈവൻ പ്ലേസ്. ഓഡ് പ്ലേസിലുള്ള അക്കങ്ങളുടെ തുക എടുത്തു, ഈവൻ പ്ലേസിലുള്ള അക്കങ്ങളുടെ തുക എടുത്ത് തമ്മിൽ കുറച്ചു. അപ്പോൾ 0 കിട്ടണം, അല്ലെങ്കിൽ 11 മൾട്ടിപ്പിൾസ്. അതാണ് ചെയ്തത്. നമ്മൾ 11ത്തെ ഡിവിസിബിലിറ്റി പറഞ്ഞപ്പോൾ മറ്റൊരു രീതി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊരു 4 അക്ക സംഖ്യയാണല്ലേ. നമ്മൾ ഇവിടുന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു 3 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. എവിടുന്ന്? ഈ സൈഡിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും അല്ലേ. രണ്ടെന്ന് തമ്മിൽ കുറയ്ക്കണം. ഇത് 019. അപ്പോൾ 019 മൈനസ് R. ഇത് ചെയ്യുമ്പോൾ എനിക്ക് വരേണ്ട എന്തോ 11ൻ്റെ മൾട്ടിപ്പിൾ. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണം, 22 വരണം, ഇങ്ങനെ എന്തെങ്കിലും. 22 എന്തായാലും വരത്തില്ല. 19 എന്തെങ്കിലും കുറച്ച് 22 വരത്തില്ല. നെഗറ്റീവ് സംഖ്യയാണോ അല്ലേ. പിന്നെ ചാൻസ് ഉള്ള 11 0 ആണ്. 0 വരണമെങ്കിൽ ഇവിടെ 19 വരണം. 6 എന്ന് പറയുന്ന ഒരു ഒരൊറ്റ അക്ക അല്ലേ. ഇപ്പോൾ 19 വരില്ല. അപ്പോൾ ഇതും പോയി. അപ്പോൾ എനിക്ക് 11 വരേണ്ടത് പെട്ടെന്ന് മനസ്സിലാവും. 19 എന്തോ കുറച്ചാൽ 11 വരണം. ഏതാ? 8. സോ ആൻസർ 8 ആണ്. ഇത് മറ്റൊക്കെ സിമ്പിൾ അല്ലേ. നമുക്ക് അക്കങ്ങളുടെ തുക എടുക്കാൻ പോകണ്ട. ഇത് ഗ്രൂപ്പ് ചെയ്ത് 19 എന്തോ കുറച്ചാൽ 11 വരണം. 19 8 കുറച്ചാൽ 11 വരും. സോ ആൻസർ 8 ആണ്.